Do you have any questions? യെസ്. അപ്പോൾ നമ്മൾ 2 ദിവസം മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു Okay. ഷെബിൻ്റെ വിഷയമായിട്ട്. അപ്പോൾ അതിന് കുറേ ഹെയ്റ്റ് കമൻസ് ഉണ്ട്. അപ്പോൾ അതിന് കുറച്ച് ക്ലാരിഫിക്കേഷൻ കിട്ടിയാൽ കൊള്ളായിരുന്നു. ഹെയ്റ്റ് കമന്റ്സ് പറഞ്ഞാൽ എന്നെ കുറിച്ചിട്ട് പറയും കോഴിക്കോട് അതിൽ കൂടുതലും വരുന്ന കുറെ കാര്യങ്ങൾ എന്താ വെച്ചാൽ കോഴിക്കോട് ഫൈറ്റ് ചെയ്യാൻ പേടിയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ആളുകൾക്ക് അങ്ങനെ പലതും പറയും. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഫൈറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇതിപ്പോ എന്നെ കുറെ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ കളിയാക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ എന്റെ ഇതിന് വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ടുപോയിട്ട് ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി ഫൈറ്റ് ചെയ്യിക്കണ്ടല്ലോ. അതെ, നിങ്ങളെ ഫൈറ്റ് ചെയ്യിക്കേണ്ടത് നിങ്ങൾ. എനിക്ക് അഭിമാനം തോന്നുന്നത് എപ്പോഴാണെന്ന് അറിയോ? നിങ്ങള് നല്ല ലെവലിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ. അല്ലാണ്ട് നിങ്ങൾ ഞാൻ എൻ്റെ നാട്ടിലും എൻ്റെ വില്ലേജിലും എൻ്റെ ഇതിൽ കൊണ്ടുപോയിട്ട് ഫൈറ്റ് ചെയ്യിപ്പിച്ചിട്ട് എന്നെ ആരെങ്കിലും കളിയാക്കി എന്നുള്ളതിന് അത് സോഷ്യൽ മീഡിയയിൽ ആർക്കും എന്തും ഇതാക്കാം. അവരെന്ത് അച്ചീവ് ചെയ്ത ആളുകളാണ്? ഒന്നും അച്ചീവ് ചെയ്യാത്ത ആളുകൾക്ക് എന്തും പറയാം. എന്തുകൊണ്ടാണ് അവിടെയുള്ള ആളുകൾ ബെറ്റർ ആവാത്തത്, അല്ലെങ്കിൽ ഒരു നല്ല ലെവലിൽ വളർന്നു വരുന്നില്ല? അവിടെയുള്ള ആളുകൾ അവിടെയുള്ള രീതിയിൽ അവരെ യൂസ് ചെയ്യാണ്. ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അവർക്കൊരു ബെറ്റർ ഗൈഡൻസ്, ബെറ്റർ മെന്റർഷിപ്പ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഷെബിന്റെ വിഷയം തന്നെ, ഷെബിൻ എന്ന് പറഞ്ഞാൽ ഒരു ബെസ്റ്റ് ക്രൗഡ് പുള്ളറാണ്. ഷെബിൻ ഒരു ഇവന്റിൽ ഫൈറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ സ്റ്റേഡിയം ഫുള്ളാക്കാൻ മാത്രം ക്രൗഡ് പുള്ള് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരു ക്രൗഡ് പുള്ളർ ഫൈറ്ററാണ് ഷെബിൻ. ഇപ്പം കേരളത്തിൽ നിന്ന് മോർ ദാൻ 5-6 ടൈംസ് ഓഫർ വന്നു. ഇപ്പോ APFCന്റെ ഓഫർ ഷെബിൻ ഉണ്ട്, റോണിൻ FC ഓഫർ ഉണ്ട്. അങ്ങനെ നല്ല നല്ല പ്രൊമോഷൻസിന്റെ നല്ല ഓഫേഴ്സ് ഷെബിന് നിലവിൽ കിടക്കുന്ന. അങ്ങനത്തെ ഷെബിന് കോഴിക്കോട് പോയിട്ട് ഒരു ക്ലബിന്റെ ഉള്ളിൽ ഫൈറ്റ് ചെയ്യുക, അതും അവർ ബോക്സിങ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ഇമ്മച്വർ ടോക്കാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ ആളുകൾ പറയുന്നത് പേടിച്ചിട്ടാണ്, അതല്ല ഇതാണ്, അത് അവരുടെ ടോക്ക് മാത്രമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊവോക്ക് ചെയ്യുക. അവരൊരു ഇവന്റിനെ ചിലപ്പം അനൗൺസ് ചെയ്ത് അവർ ജൂലൈയിൽ ഒരു ഇവന്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടാവും. അപ്പൊ ആ ഇവന്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം മാത്രമാണത്. വേറെ മനസ്സിലായി? അവർ ചിലപ്പോൾ ഒരു പ്രോ ബോക്സിംഗ് എന്നുള്ള പേരിൽ ഒരു ഇവന്റ് നടത്തുന്നുണ്ടാവാം. അപ്പൊ അതിനെ പ്രൊമോട്ട് ചെയ്യാനല്ല. അതല്ലെങ്കിൽ ഇപ്പോ നിഹാദ് ഇപ്പൊ ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ട് ഫൈറ്റ് ചെയ്തില്ല? നിഹാദ് ഇത്രയും കാലം വിൻ ചെയ്തത് ഒരു സ്റ്റേറ്റ് മാത്രമാണ്. ഒരു നാഷണൽ മെഡലോ അല്ലെങ്കിൽ ബോക്സിങ്ങിൽ ഇത്രയും കാലം നല്ല ബോക്സറാണ്, ഞാൻ അതൊക്കെ അല്ല. എന്തുകൊണ്ട് നിഹാദിന് അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല? അല്ലെങ്കിൽ നല്ല ബോക്സർ എല്ലാം ഇതാക്കാണ് നിഹാദ് എന്തുകൊണ്ട് അവിടുന്ന് നാഷണലോ മറ്റുള്ളതിലോ ജയിക്കാൻ പറ്റിയിട്ടില്ല? ഒരു ഒരു മെഡൽ വരാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു ബെറ്റർ ലെവലിലേക്ക് അവന് വാല്യൂ വന്നിട്ടില്ല. അപ്പോൾ അവിടെ അവന്റെ ഗൈഡൻസ് ലാക്കാവാണ്. അവിടെ ഒരുപാട് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. മനസ്സിലായോ? അതിനെ കറക്റ്റ്. ഇപ്പൊ നമ്മളെ ഫൈറ്റേഴ്സ് എന്തുകൊണ്ട് വാല്യൂ വരുന്നത്, അവർക്ക് ഇപ്പൊ പ്രൊഫൈൽ ബിൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഫൈറ്റർക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി വരുന്നത്, ഇതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഫൈറ്ററെ ഒരു കോച്ചിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്ന ഒരാൾ നല്ല കോച്ചല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോയിട്ട് കോഴിക്കോട് ഫൈറ്റ് ചെയ്യിക്കുക, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ 7s 5s ഫുട്ബോൾ നടക്കും. ഈ ആളുകളൊന്നും വലിയ ലെവലിൽ ഫുട്ബോൾ കളിക്കാൻ അവസരം കിട്ടില്ല. ഈ 11s ഇതാക്കുന്നത്. അപ്പൊ ആയുഷ് ഫുട്ബോൾ, ഇന്റർനാഷണൽ ഫുട്ബോൾ കളിച്ച ആളാണ്. അപ്പം അപ്പൊ ആ രീതിയിൽ നല്ല പ്ലേയേഴ്സ് ആണെങ്കിൽ ആ ലെവലിൽ മാത്രം, ആ 11s അല്ലെങ്കിൽ സ്റ്റേറ്റ് നാഷണൽ കളിക്കുന്ന ആളുകള് അവർ വന്നിട്ട് ഈ 5s 7s കളിച്ചാൽ എന്ത് സംഭവിക്കും? അവരുടെ വാല്യൂ പോവും. അതുപോലെ തന്നെ അവർക്ക് ഇഞ്ചുറി കൂടുതൽ വരും. അവർക്ക് ഒരിക്കലും ബെറ്റർമെന്റ് ആയിട്ട് പോകാൻ പറ്റില്ല. നമ്മളുടെ നാട്ടിലെ അവസ്ഥ എന്താന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു 4 ഫൈറ്റ് ഇവന്റെങ്കിലും നടക്കും. എന്നിട്ട് അതിൽ ഇവർ തമ്മിലടിക്കും. എന്നിട്ട് ഒരു എവിടെ എത്താണ്ട് ഇതാവും. അപ്പം കൂടുതൽ സംഭവിക്കുന്നത് എന്താ വെച്ചാല് ഈ കോച്ചുമാർ ഇവിടെ ഇവന്റിന് ഇങ്ങനെ ഇറക്കി കൊടുക്കും. ഇവന്റെ അടുത്ത് ഇവര് വേണം. അപ്പൊ ഈ സ്റ്റുഡൻസ് ഇതിന്റെ ഇടയിൽ ഇങ്ങനെ കിടന്നിട്ട് ഇതാവും. അവരൊരിക്കലും എന്താവുന്നില്ല. ഇതൊരു ബിസിനസ് ആണ്. ഓക്കെ, ഞാനും ഒരു പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാനൊരു ഇവന്റ് നടത്തുന്ന ആളാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യില്ല, എന്റെ ഫൈറ്റേഴ്സിന് അതിൽ മാത്രം ഇറക്കിയിട്ട് ഞാൻ അവരെ വാല്യൂവും കാര്യങ്ങളും നോക്കാൻ വേണ്ടി. എന്റെ പറയുമ്പോൾ ബോഡി ഫോഴ്സ് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ റൈസിംഗ് വാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ഇവന്റിന്റെ സ്റ്റാൻഡേർഡ് പോലും വളരെ വലുതാണ്. അതിന്റെ ക്വാളിറ്റി, പ്രൊഡക്ഷൻ എല്ലാം നോക്കിയാൽ നല്ല സ്റ്റാൻഡേർഡ് ആണ്. എങ്കിൽ പോലും ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, എന്റെ അടുത്ത് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരു മോർ ദാൻ 60 ഫൈറ്റേഴ്സ് മാത്രം ഉണ്ടാവും. ഫൈറ്റ് ക്യാമ്പിൽ മാത്രം ട്രെയിനിങ് ചെയ്യുന്ന ആളുകൾ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര ഇവന്റ് ഇത് മാത്രം വെച്ച് നടത്താൻ പറ്റും? എനിക്ക് ഇവരുടെ അടുത്ത് നിന്നെല്ലാം ഒരു 3000 കളക്ട് ചെയ്താൽ തന്നെ എനിക്ക് എത്ര കാശ് കിട്ടും? ഞാൻ ആ കോൺസെപ്റ്റ് ചെയ്യുന്നില്ല.
ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി, ബെറ്റർ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവന്റ് നടക്കേണ്ടത്, അല്ലാണ്ട് വെറും പോക്കറ്റിൽ കാശിടാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ എന്തെങ്കിലും ചെയ്യുമ്പം ആ രീതിയിലായിരിക്കണം. മനസ്സിലായോ? പിന്നെ ഒരു കോൺട്രവേഴ്സി എന്ന് പറഞ്ഞാൽ ഈ മണവാളൻ ഇഷ്യൂ ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. മണവാളിന്, അതായത് ആളുകൾ ചോദിക്കുന്നത് മണവാളിന് എന്തുകൊണ്ട് ഓഫർ ചെയ്തു എന്നുള്ളത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കാം, ഒരാൾക്ക് മണവാളിനെ കൊണ്ട് എല്ലാത്തിനും ഞാൻ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യും. ഓക്കെ, പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിൻ്റെയും പോസിറ്റീവ് വശം കാണാം. മണവാളൻ എന്ന് പറഞ്ഞാല് അയാള് ഒരു സമയത്ത് MMA എന്ന് പറയുന്നത് കേരളത്തിൽ എത്ര ആൾക്ക് അറിയാം? വളരെ കുറച്ച് ആളുകൾക്ക്. അപ്പം ഈ മണവാളൻ കാരണം ഒരുപാട് ആളുകൾ ഈ MMA സെർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായി. അപ്പൊ ഞാനൊരു MMA സ്പോർട്ടിൽ ഇതുള്ള ആളാണ്. അപ്പം MMA നെ കുറിച്ച് കൂടുതൽ അല്ലെങ്കിൽ മനസ്സിലാക്കാനും അതുകൊണ്ട് ഒരുപാട് ഗുണമുള്ള വശമുണ്ട്. അവൻ ചെയ്തത്, ഇപ്പൊ അവന് ഒരു വ്ളോഗറാണ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. ഇൻഫ്ലുവൻസിങ് നല്ല രീതിയിലും ഉണ്ടാവും, റോങ് രീതിയിലും ഉണ്ടാവും. രണ്ടും ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും. നല്ലതിനെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും, മോശം കാര്യത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും. അപ്പം ഇതിനെന്തിനായാലും അതിനെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമുക്കതിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ആ സമയത്ത് അവനൊരു ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ വാല്യൂ ഉണ്ട്. അന്ന് സ്പോൺസേഴ്സ് ഒരുപാട് ആളുകൾ അറിയാം. അത് എന്തിനാന്ന് വെച്ചാൽ അവന് 4 ഇടി കിട്ടുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് അവനോട് സ്നേഹം കൊണ്ടല്ല ആളുകൾ. അവന് നല്ല രീതിയിൽ 4 ഇടി കിട്ടുന്നത് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് എന്ത് ചെയ്ത് പല ആളുകളും ഇത് ചെയ്ത്. പക്ഷെ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ചിന്തിച്ചത് MMA ആ രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം, നല്ലൊരു ചാൻസ് ആണ്. അത് മാത്രം. ആ സമയത്ത് അതിന് വാല്യൂ ഉണ്ടായി. ആ സമയത്ത് ഞാൻ 10 ലക്ഷം റുപ്യോളം ഞാൻ ഓഫർ ചെയ്തിട്ടുണ്ട്. കാരണം അത് 13 ലക്ഷം റുപ്യ വരെ ഓഫർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് ഉണ്ടായിരുന്നു അന്ന്. എന്നിട്ട് ഞാൻ 10 ലക്ഷം റുപ്യാണ് ഞാൻ പറഞ്ഞത്, ആദ്യം 1 ലക്ഷം അങ്ങനെ അത്. അപ്പം പല ആളുകളുടെയും ചോദ്യം എന്തുകൊണ്ടാണ് നിഹാദിന്റെ വിഷയത്തിൽ വരുന്നത് എന്നുള്ളത്. നിഹാലിനെ സംബന്ധിച്ചിടത്തോളം നിഹാദ് ഇത്രയും കാലം ഫൈറ്റ് ചെയ്യാത്ത ഒരാളാണ്. ഒരു മിനിമം ഒരു 3 to 4 ഇയേഴ്സ് ഫൈറ്റ് ചെയ്യാത്ത ഒരാളാണ്. അപ്പം നിഹാദിനെ സംബന്ധിച്ചിടത്തോളം ഒരു മോണിറ്ററി വാല്യൂ ഇല്ല. നിഹാദിന് സ്വന്തമായിട്ട് ക്രൗഡ് പുള്ളി ചെയ്യാൻ പറ്റില്ല. അവന് ഫ്യൂച്ചറിൽ അവന് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് അല്ലെങ്കിൽ ഒരു ഇതാക്കിയാൽ അവന് ക്രൗഡ് പുള്ളറായി നല്ല രീതിയിൽ വാല്യൂ ഉണ്ടാകുമ്പോൾ. ഇപ്പം കബീബ് അല്ലെങ്കിൽ കോണർ മെഗ്രഗർ UFC ഇന്ന് വരെ കൊടുത്തതിൽ ഏറ്റവും പൈസ കൊടുത്ത ഒരു ഫൈറ്ററാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ UFC ഏറ്റവും നല്ല ക്രൗഡ് പുള്ളറാവും, ടിക്കറ്റ് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ആര്? ആ ഇവന്റ് തന്നെ സെയിൽ ചെയ്യാൻ പറ്റും. കോണർ അത്രയും പൈസ ഇതാക്കാം. ഇപ്പൊ കബീബിന് വേണമെങ്കിൽ 100 മില്യൺ വരെ അവർ കൊടുക്കും. അപ്പം കബീബ് റിട്ടേൺ വന്നാൽ അവർ അത്രയും ക്രൗഡിനെ പുള്ള് ചെയ്യാൻ പറ്റുന്നുള്ള വാല്യൂ ഉള്ളത് കൊണ്ടാണ്. ഒരു ഫൈറ്റർക്ക് ഈ പ്രോ മേഖലയിൽ ഒരു ഫൈറ്ററെ വാല്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ വാല്യൂ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഷെബിൻ ഇത്രയും ഒരു ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു MMA ഫൈറ്ററാണ്. ഷെബിൻ അവന്റെ ജീവിതത്തിൽ ആകെ ഒരു സ്ട്രൈക്കിംഗ് ചെയ്തത് കിക്ക് ബോക്സിംഗ് കോമ്പറ്റീഷൻ ആണ് കോഴിക്കോട്. വേറെ മനസ്സിലായോ? അവനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ബോക്സറോ കിക്ക് ബോക്സറോ അല്ല, അവൻ ശരിക്കും പ്യുവർ MMA ഫൈറ്ററാണ്. അവന് പ്യുവർ MMA ഫൈറ്ററാണ്. അപ്പൊ ഒരു ഒരു ബോക്സർ പറയാണ്, ഓ നീ വന്ന് ബോക്സിംഗ് കളിക്കുന്നു. ഓക്കെ, ഞാൻ അവന് ഓഫർ ചെയ്തു, ഓക്കെ നീ വന്ന് MMA കളിക്ക്, ഞാൻ നിനക്ക് 1 ലക്ഷം തരാം. അപ്പൊ അവൻ പറയാം ഞാൻ 2 ലക്ഷം തരാന്ന്. ഓക്കെ, ഷെബിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഞാനൊരു ഇവന്റ് നടത്താൻ പോലും അതിന്റെ ഒരു മെയിൻ ഇവന്റ് അവന് കൊടുത്താൽ അത്രയും ക്രൗഡിനെ പുള്ള് ചെയ്യാൻ പറ്റും. എനിക്ക് എത്ര ടിക്കറ്റ് സെയിൽ ചെയ്യാൻ പറ്റുമെന്ന് അറിയോ? അത്രയും വാല്യൂ ഉണ്ട്. മണവാളിനെ സംബന്ധിച്ചിടത്തോളം മണവാളൻ ആ സ്റ്റേഡിയം നിറയ്ക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ട്. കാരണം വരുന്ന ആളുകൾ മൊത്തം അവന് തല്ലുകൊള്ളുന്നത് കാണാനായിരിക്കാം. പക്ഷെ എന്തുണ്ട് അതില്? അവിടെ ഒരു ബിസിനസ് ഉണ്ട്, ഒരു സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഗുണമുണ്ട് അതിന്, പോസിറ്റീവ് വശം എന്ന് പറയും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കോച്ച് മാത്രം, അല്ലെങ്കിൽ ഒരു ഫൈറ്ററോ അല്ലെങ്കിൽ ഒരു ഞാൻ ഈ മേഖലയിൽ ഈ ലോകം അത്യാവശ്യം കണ്ട ഒരാളാണ്. അപ്പൊ എനിക്കറിയാം ഇതിന്റെ പോസിറ്റീവ് വശങ്ങൾ എന്താണെന്നുള്ളത്. അത് കൃത്യമായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ ഈ സ്പോർട്ട് ഗ്രോ ആവുള്ളൂ. അപ്പൊ ആ മണവാളൻ ഒരു ഇഷ്യൂ കൊണ്ട് തന്നെ എത്ര ആളുകൾ MMA നെ കുറിച്ച് സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ എന്നെ തന്നെ അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായി കേരളത്തിൽ. ഇപ്പൊ എന്റേതൊക്കെ, ഞാൻ ഫൈറ്റർ റിട്ടയർ ചെയ്തിട്ട് ഓൾമോസ്റ്റ് 8 ഇയേഴ്സ് ആയി. 2018 ഞാൻ നിർത്തിയതാണ്. പക്ഷെ അതിന്റെ ശേഷം ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇന്നത്തെ ജനറേഷനിൽ ആളുകളെ റെക്കഗ്നൈസ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ഉള്ള കാര്യമല്ല. അപ്പൊ നമ്മൾ അതിന് കൃത്യമായിട്ട് വർക്ക് ചെയ്യുക, നല്ല രീതിയിൽ പെർഫോം ചെയ്യുക, പ്രാക്ടീസ് ചെയ്തിട്ട്. ഈ ഒരു രീതിയിൽ മെന്റർഷിപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് കേരളത്തിലെ ഫൈറ്റർ സ്കില്ലില്ലാത്തത് കൊണ്ടല്ല. കുറെ നല്ല സ്കില്ലുള്ള ഫൈറ്റേഴ്സ് ഉണ്ട്. അവരെപ്പോഴും ഒതുങ്ങി പോകുന്ന, അല്ലെങ്കിൽ അവരൊരിക്കലും പുറത്തു വരുന്നില്ല. നമ്മളെ ഒരു നാടൻ ചൊല്ലുണ്ട്, പൊട്ടക്കിണറിലെ തവള എന്ന് പറയുന്ന ഒരു ഇത്. അതിന്റെ പുറത്തൊരു ലോകം എന്നില്ലാത്ത രീതിയിൽ ഒതുങ്ങി പോകുന്നുണ്ട്. അപ്പം നല്ല ഫൈറ്റേഴ്സ് എന്താ ചെയ്യേണ്ടത് വെച്ചാല് നല്ല കോച്ചിനെയും നല്ല മെന്ററേയും കണ്ടെത്തുക എന്നുള്ളതാണ്. അങ്ങനെ കണ്ടെത്തുമ്പോൾ അവർക്ക്
വളരെ അവരുടെ സ്കില്ലിനനുസരിച്ച് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ഒരു സ്റ്റേജ് കിട്ടും, നല്ല വാല്യൂ കിട്ടും, പ്രൊഫൈല് ബിൽഡ് ചെയ്യാൻ പറ്റും, അവരെ ലൈഫ് സെക്യൂർ ആക്കാൻ പറ്റും, അവർക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പൊ ആയുഷ് ഒരു 3.5 years ആയിട്ട് ട്രെയിൻ ചെയ്യുന്ന, ഇപ്പൊ ആയുഷ് ഒരു ഇന്റർനാഷണൽ ഫുട്ബോൾ എല്ലാം വിട്ടിട്ട് ഇപ്പൊ ഷെബിൻ ആയാലും അല്ലെങ്കിൽ അർജുൻ, ഇവര് നമ്മുടെ മേഖല ഇതിൽ വരുന്ന ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ ഏൺ ചെയ്യുന്നുണ്ട്. അവരുടെ ഓരോ മണിക്കൂറിനും വാല്യൂ ഉണ്ട്, ഓരോ പെർ അവർ അവർക്ക് വാല്യൂ ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ ഇത് വരുന്നത്? അവർക്ക് ആ പ്രൊഫൈൽ ബിൽഡ് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ്, അവർക്ക് ആ രീതിയിലുള്ള നോളജ് ഉള്ളത് കൊണ്ടാണ്, ആളുകൾ അത് വാല്യൂ ചെയ്യപ്പെടുന്നുണ്ട്. ആ വാല്യൂ ചെയ്യപ്പെട്ടത് കൊണ്ടാണ് അവർക്ക് അത് വരുന്നത്. അതെങ്ങനെ വന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് അതിന്റെ മെന്റർഷിപ്പിനെ കുറിച്ചിട്ടും ഗൈഡൻസിനെ കുറിച്ചിട്ടും നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് വെറുതെ എന്നെ ഒരാൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഞാൻ ഇവനെ അവരെ എല്ലാം കൊണ്ടുപോയിട്ട് അവിടെ ഇവിടെ അടുപ്പിച്ചാൽ എന്തുണ്ടാവും? അവരെ ലൈഫ് പോവും. ഒരിക്കലും ഒരു കോച്ച് ചിന്തിക്കാനോ ചെയ്യാനോ പാടില്ലാത്ത കാര്യമാണത്. ഇപ്പൊ എന്നെന്താ പറഞ്ഞ, ഇപ്പൊ നിങ്ങൾക്ക് വേഗം ബ്ലഡ് ഹീറ്റ് ആവും അല്ലേ? ഇപ്പൊ എന്റെ കോച്ചിനെ പറ്റി പറഞ്ഞ, പക്ഷെ ആ കോച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്താണ് റിയാലിറ്റി, എന്താണ് നല്ലത് എന്നുള്ളത്. ഇപ്പം നിഹാദ് ശരിക്കും പറഞ്ഞാല് ഒരു സമയത്ത് നല്ല ഫ്യൂച്ചറുള്ള ഒരു ബോക്സറാണ്. 4 വർഷം എനിക്ക് തോന്നുന്നു അപ്രോക്സിമേറ്റ് 3 to 4 years മുമ്പ് വരെ ഞാൻ ഇതാക്കാന്നുണ്ടെങ്കിൽ അവനിപ്പം ഞാൻ അന്വേഷിച്ചാൽ നല്ല കേരളത്തിൽ നിന്ന് വന്ന ഒരു പ്രൊഡ്യൂസ് ചെയ്തതിൽ ഒരു നല്ല ഒരു വാല്യൂ ഉള്ള ഒരു ബോക്സർ ആകാൻ പറ്റിയ ഒരാളായിരുന്നു. പക്ഷെ അതിന് ശേഷം അവനൊരു ലോങ് ബ്രേക്ക് വന്നു. ഇനിയിപ്പോ അവനൊരു കംബാക്ക് ആയിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക. അവനൊരു കംബാക്ക്, ഒരു വാല്യൂ ഇത് വേണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യേണ്ട രീതിയിൽ കറക്റ്റായിട്ട് ട്രെയിനിങ്ങും കറക്റ്റ് പ്ലാറ്റ്ഫോമും അവർക്ക് നല്ല രീതിയിൽ ബെറ്റർ ആക്കാൻ പറ്റും. കാരണം പക്ഷെ ഒരു ലോങ് ബ്രേക്ക് തന്നെയാണ്. കാരണം ഇപ്പൊ ഒരു 20 വയസ്സുള്ള ഒരാള് 4 വർഷം ബ്രേക്ക് എടുക്കാറുള്ള ഒരു ബെസ്റ്റ് ടൈമാണ് പോണേ. എന്തുകൊണ്ട് ആ ബെസ്റ്റ് ടൈമിൽ ബ്രേക്ക് വന്നു എന്നുള്ളത് ചിന്തിക്കണം. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ വരാണ്ട് ഇപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഒരാൾക്ക് ഓഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിനെ കൊണ്ടുള്ള ഗുണം, ഇതൊക്കെ എല്ലാവർക്കും ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന അത് കാര്യങ്ങൾ അറിയുന്ന ആളുകൾക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. നമ്മെ ക്ലിയർ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും? എന്റെ ഏകദേശം കവറായി. നിന്റെ ഡൗട്ട് ക്ലിയർ ആയി. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായി എന്ത് ഡൗട്ട്? ഓക്കെ എന്നാല്, ഓക്കെ ബൈ.